അപ്പോൾ ഇതുവരെ നമ്മൾ പറയുന്നത് ആർട്ടിക്കിൾസിൽ ഏതൊക്കെ ആർട്ടിക്കിൾസിലാണ് ഇത് എഡ്യൂക്കേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയൊക്കെ എഡ്യൂക്കേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. ഇതുവരെ പ്രൊവിഷൻസ് ആണ് പറഞ്ഞത്. ഇനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷന് ഉള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ആർട്ടിക്കിൾ 15A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. ദർ ആർ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്. ക്ലോസ് കെയിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ക്ലോസ് കെയിലാണ് ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പറയുന്നത്. അതിൽ ക്ലോസ് കെയിലാണ് ഈ ഒരു എഡ്യൂക്കേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹൂ ഹീസ് ആൻ പാരന്റ് ഓർ ഗാർഡിയൻ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് or as the case may be what between the age of 6 and 14 years. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത്. അത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൾസറി ആണ്. അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കിടയിൽ ആ ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ആ ഒരു കടമ ആർക്കാണ്? ആ കുട്ടികൾക്കുള്ള പാരൻസിനോ അല്ലെങ്കിൽ ഗാർഡിയനോ, ചില ടൈമിൽ വാർഡിനാണ് ഈ ഒരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടി ആർക്കുള്ളതാണ്? അവരുടെ പാരൻസിനുള്ളതാണ് എന്നാണ്. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു നെക്സ്റ്റ് ടോപ്പിക്കാണ് എഡ്യൂക്കേഷൻ ആസ് എ മീൻസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതൊക്കെ ആർട്ടിക്കിളാണ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എഡ്യൂക്കേഷൻ ആസ് എ മീൻസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സോഷ്യൽ ജസ്റ്റിസ് എങ്ങനെയാണ് വരുന്നത്, എഡ്യൂക്കേഷനോട് കൂടി വരുന്നത് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ഈസ് സോഷ്യൽ ജസ്റ്റിസ്? എന്താണ് സോഷ്യൽ ജസ്റ്റിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ ജസ്റ്റിസ് മീൻസ് മെയിൻറ്റെയിനിങ് ജസ്റ്റിസ് ടു ദി സൊസൈറ്റി. സൊസൈറ്റിയിൽ ന്യായം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് ഈക്വാലിറ്റി ഇൻ സൊസൈറ്റി. സോഷ്യലി ജസ്റ്റ് സൊസൈറ്റി ഓർ എൻജോയ് ഈക്വൽ ബെനിഫിറ്റ് ഇൻ ദ സൊസൈറ്റി. എന്താ കൊണ്ടുവരണം? സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ഈക്വാലിറ്റി ഉണ്ടാക്കണം എന്നാണ്. സോഷ്യലി ജസ്റ്റ് സൊസൈറ്റി ഓർ എൻജോയ് ഈക്വൽ ബെനിഫിറ്റ് ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ എന്താണ്? എല്ലാവരും ഈക്വാലിറ്റി കിട്ടണം എന്നാണ് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ്രൂ ഹേവുഡിൻ്റെ ഡെഫിനിഷനാണ് ഇനി പറയുന്നത്. സോഷ്യൽ ജസ്റ്റിനുള്ള ആൻഡ്രൂ ഹേവുഡ് കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണ് പറയുന്നത്. സോഷ്യൽ ജസ്റ്റിസ് ദസ് സ്റ്റാൻഡ്സ് ഫോർ എ മോറലി ഡിഫെൻസിബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബെനിഫിറ്റ്സ് ഓർ റിവാർഡ്സ് ഇൻ സൊസൈറ്റി evaluated in terms of wages, profits, housing, medical care, welfare, benefits and so forth. സോഷ്യൽ ജസ്റ്റിസിന് ഇതെന്താണ്? സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു മോറലി ഡിഫെൻസിബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ? ഓഫ് ബെനിഫിറ്റ്സ് ഓർ റിവാർഡ്സ് ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള റിവാർഡ്സിൻ്റെ ബെനിഫിറ്റ്സിൻ്റെയൊക്കെ ഒരു മോറലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, ഡിഫെൻസിബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവാലുവേറ്റഡ് ഇൻ ടേംസ് ഓഫ് ആ റിവാർഡ്സ് ഒക്കെ എന്താണ് പറയുന്നത്? ഇൻ ടേംസ് ഓഫ് വേജസ്, പ്രോഫിറ്റ്സ്, ഹൗസിങ്, മെഡിക്കൽ കെയർ, വെൽഫെയർ, ബെനിഫിറ്റ്സ് ആൻഡ് സോ ഫോർ. ഇങ്ങനെയുള്ള സോഷ്യൽ റിവാർഡ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റൊക്കെ സൊസൈറ്റിയിൽ എന്ത് ചെയ്യണം? എല്ലാവർക്കും ഒരു ഡിഫെൻസിബിൾ ഡിസ്ട്രിബ്യൂഷനിൽ കൊടുക്കണം എന്ന ഇതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് ആൻഡ്രൂ ഹേവുഡ് പറയുന്നത്. The Indian Constitution has mentioned the word social justice only in 3 places. അവിടെ ഒരു 3 സ്ഥലങ്ങളിൽ മാത്രമാണ് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ആ വേർഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റിൽ ആദ്യം ഉപയോഗിച്ചിട്ടുള്ള പാർട്ട് 9th ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പാർട്ട് 9th. ദെൻ ദ പഞ്ചായത്ത് ആർട്ടിക്കിൾ 243G എ ക്ലോസിലും ആൻഡ് ബി ക്ലോസിലും ഇതിലുമാണ് പഞ്ചായത്തിനെ കുറിച്ച് പാർട്ട് 9th പഞ്ചായത്തിനെ കുറിച്ച് പറയുന്നതിൽ
243 ജിയിൽ എ പാർട്ടിലും ബി പാർട്ടിലും ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ പാർട്ട് 9 എയില് മുനിസിപ്പാലിറ്റീനെ കുറിച്ച് പറയുന്ന പാർട്ടിൽ അവിടെ ആർട്ടിക്കിൾ 243 W ഫസ്റ്റ് ക്ലോസിൽ ആണ് ആകെ സോഷ്യൽ ജസ്റ്റിസ് എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. മെയിൻറ്റെയിനിങ് സോഷ്യൽ ജസ്റ്റിസ് ഇൻവോൾവ്സ് പ്രൊവൈഡിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻഡിവിജ്വൽ ടു എൻജോയ് ദ സോഷ്യൽ ബെനിഫിറ്റ്സ് ഈക്വലി റാദർ ദാൻ പ്രൊവൈഡിങ് എനിത്തിങ് ഇൻ ഫ്രീ. അതായത് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുകയല്ല, അവർക്ക് എന്ത് ചെയ്യണം, ഈക്വലായിട്ട് ബെനിഫിറ്റ്സ് കിട്ടണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ ജസ്റ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നും ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതല്ല. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻഡിവിജ്വൽസ് ടു എൻജോയ് സോഷ്യൽ ബെനിഫിറ്റ്സ് ഈക്വലി. അവർക്ക് എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ഉണ്ട്, ഓരോ ഇൻഡിവിജ്വലിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ്. ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് ലൈക്ക് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്, മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി എക്സെട്ര. ഇപ്പോൾ ഈ ആൾക്കാർക്കൊന്നും മൈനോറിറ്റി പീപ്പിളിനൊന്നും അറിയണില്ല, ഇവർക്ക് ഇന്ന ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും, ഇന്ന റൈറ്റ്സ് ഉണ്ട്, ഇതൊന്നും അറിയണില്ല. അപ്പോൾ അവരൊക്കെ ഉന്നമനത്തിനാണ് ഈ സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു പദ്ധതി എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്, മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്.